ഗോത്രകലകളെ സ്കൂൾ കലോത്സവം മത്സര ഇനമാക്കുന്നത് പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആശ്രാമം മൈതാനത്തെ മുഖ്യവേദിയിൽ 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സ്കൂൾ കലോത്സവം 1957 ആരംഭിച്ചതാണ്. ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി മാറിയെന്നത് ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. മംഗലംകളി പ്രദർശന ഇനമായി ഉൾപ്പെടുത്തി പുതിയൊരു തുടക്കം കുറിക്കുകയായിരുന്നു ഇത്തവണ. ജനകീയ കലാരൂപങ്ങൾക്കൊപ്പം പ്രാക്തന കലകളുടെയും സംഗമമാണ് കലോത്സവത്തെ വേറിട്ട് നിർത്തുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രതിരോധത്തിന് ഉതകുന്ന കലാരൂപങ്ങൾ ഒരുക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കണം. അധ്യാപകർ അതിന് പിന്തുണയേകണം. കലാപ്രവർത്തനം നടത്തുന്നതിന് സാമ്പത്തിക പ്രയാസം നേരിടുന്ന പ്രതിഭകളെ സംരക്ഷിക്കാൻ വിപുലമായ സംവിധാനം വേണമെന്നും സാംസ്കാരിക വകുപ്പിനും ജനകീയ സമിതികൾക്കും ഇക്കാര്യത്തിൽ വലിയ പങ്കുവഹിക്കാനാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ജില്ലയുടെ ചുമതലയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ, മന്ത്രിമാരായ കെ രാജൻ, ജെ ചിഞ്ചുറാണി, കെ ബി ഗണേഷ് കുമാർ, എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ, എ എം ആരിഫ്, കൊടിക്കുന്നിൽ സുരേഷ്, എം എൽ എമാരായ എം മുകേഷ്, എം നൌഷാദ്, ജി എസ് ജയലാൽ, കോവൂർ കുഞ്ഞുമോൻ, സുജിത് വിജയൻപിള്ള, പി എസ് സുബാൽ, പി എസ് വിഷ്ണുനാഥ്, സി ആർ മഹേഷ്, മേയർ പ്രസന്ന ഏണസ്റ്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി റാണി ജോർജ്, ഡയറക്ടർ എസ് ഷാനവാസ്, ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, ചലച്ചിത്ര താരങ്ങളായ ആശ ശരത്, നിഖില വിമൽ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, കൊല്ലം.